ഗൈസ്, എല്ലാവർക്കും കേശവാനിസ് ആക്ടിവിറ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ബുക്ക് എഴുതി. ആ ബുക്കിന് ഞാൻ ബ്രീ ബുക്സ് എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ എഴുതിയത്. ആ ബുക്കിൻ്റെ ഒരു ഫ്രീ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് റിവ്യൂ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കേശവാനിസ് ആക്ടിവിറ്റീസിൻ്റെ പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒരു സാധനം കിട്ടിയാൽ അൺബോക്സ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതുകൊണ്ട് ഞാൻ അത് ഒന്നേതാക്കിയതിന് ശേഷം ഞാൻ ഒരു കവറിലിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, 3, 2, 1 ഗോ. ഇതാണ് നമ്മുടെ പാക്കറ്റ് ഗൈസ്. അത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് കത്തിരിക്ക വേറെ സംഭവങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല പാടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തുറന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ ബുക്ക്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ടൈറ്റിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജീനിയസാണ്. കാരണം ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് മിറർ ഇമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുവരെ ഞാൻ ടൈറ്റിൽ എന്താണെന്ന് പറയത്തില്ല. ഓക്കെ, നമുക്ക് നേരെ ബുക്കിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇവിടെ എൻ്റെ ഫോട്ടോ ഉണ്ട്, പേരെഴുതിയിട്ടുണ്ട്. ഇവിടെ ബുക്കിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ബയോ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബയോ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇംഗ്ലീഷിലും കേൾപ്പിച്ചു തരാം, മലയാളത്തിലും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബയോ വായിച്ചു തരാം. ഐ ആം കേശവപിയ. ഞാൻ കേശവപിയാണ്. ഐ ആം സ്റ്റഡിയിങ് ഇൻ 4th സ്റ്റാൻഡേർഡ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓൺ അലൻ ഫീൽഡ്മാൻ പബ്ലിക് സ്കൂൾ. അലൻ ഫീൽഡ്മാനിൽ എൻ്റെ പേര് കേശവപിയ. ഞാൻ അലൻ ഫീൽഡ്മാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതാണ് അർത്ഥം. I love to write stories when I was at 2nd standard. That times I made a lot of mistakes. But nowadays I am developing my story writing skills. അതായത് ഞാൻ 2ാം ക്ലാസ്സിലായിരുന്നപ്പോഴേ എനിക്ക് ഈ ബുക്കൊക്കെ എഴുതാൻ ഇഷ്ടമായിരുന്നു. അപ്പോഴൊന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ബുക്ക് എഴുതുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ കുറേ മിസ്റ്റേക്കുകൾ വരുത്തി. പക്ഷേ 3rd സ്റ്റാൻഡേർഡ് ആയപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പായി. ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിലായപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പായി. ഇനി 5th 6th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടി ഡെവലപ്പായി നല്ലൊരു ബുക്ക് റൈറ്റർ ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, ഇതാണ് ബാക്ക് പേജ്, ഫ്രണ്ട് പേജ്. ഈ പേജുകളൊക്കെ ഈ ബ്രീ ബുക്സ് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്രീ ബുക്സിൽ പോയതിന് ശേഷം എൻ്റെ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ അടിച്ച് നോക്കണം. ബുക്കിൻ്റെ ടൈറ്റിൽ അടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൽ ബൈ നൗ കൊടുത്തതിന് ശേഷം 399 രൂപയ്ക്കാണെന്നുള്ളത്. പിന്നെ ഡെലിവറി ചാർജ് നിങ്ങളുടെ വീട് എവിടെയാണോ അതിനനുസരിച്ചിരിക്കും. എനിക്ക് 461 രൂപയാണ് വന്നത്. നിങ്ങൾക്ക് ചിലപ്പം അതിൽ കൂടാം. നിങ്ങളുടെ വീട് അവർക്ക് അടുത്താണെങ്കിൽ ചിലപ്പോൾ കുറയാം. അങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബുക്ക് വായിച്ചു തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് പേജ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് പേജ് ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ റിട്ടേർഡ് ബൈ കേശവപിയ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോപ്പി റൈറ്റ് ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് പേജ് മുതലാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. അതെ, ഈ ഇമേജസ് ഒക്കെ നമുക്ക് ഈ ബ്രീ ബുക്സിൽ തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്യുകയും ചെയ്യാൻ വേണമെങ്കിൽ. ഒരു ബുക്കിന് ബ്രീ ബുക്സിൽ എഴുതുമ്പോഴത്തേക്ക് 14 പേജെങ്കിലും വേണം. ഈ ബുക്കിന് മൊത്തം 33 പേജുകളാണുള്ളത്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഈ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്ക്.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ലാസ്റ്റല്ല, ഈ സ്റ്റോറിയുടെ ലാസ്റ്റ്. അതിനുശേഷം ഒരു ബ്ലാങ്ക് പേജ്, അതിനുശേഷം ലാസ്റ്റ് പേജ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഥ വായിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് പേജ്. In a full moon night, a big beautiful star appeared. Everyone was scared. അതായത് ഒരു പൗർണമി രാത്രി ഒരു നല്ല മനോഹരമായ ഒരു നക്ഷത്രം വന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. സെക്കൻഡ് പേജ്. A black cloth lady jumped from the sky. She made a magic boat and went inside it. അതായത് ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു സ്ത്രീ ആകാശത്തു നിന്ന് ചാടി വന്ന് ഒരു മാന്ത്രിക കുട ഉണ്ടാക്കി അതിനകത്തേക്ക് ചാടിപ്പോയി. Next page. The next morning, Jadav found a bottle with a green liquid. He immediately brought it to Ramu. അപ്പം പിറ്റേ ദിവസം ജാദവ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. അവൻ ഒരു പച്ച ബൗളിൽ കുറച്ച് പച്ച ലിക്വിഡ് ഇരിക്കുന്നത് കണ്ടു. അവൻ പെട്ടെന്ന് ആ ബൗള് രാമുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു പച്ച ബൗളിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ്. Jadav, this is a magic water. It helps us to be invisible. Ramu was very smart that he knows almost everything. ഓക്കെ, അപ്പം രാമു ജാദവിൻ്റെ അടുത്ത് പറയാണ്, ജാദവേ ഇതൊരു മാന്ത്രിക വെള്ളമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അദൃശ്യമാണ്. നമ്മളാരെയും കാണാൻ പറ്റില്ല. നെക്സ്റ്റ്. രാമു നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയായിരുന്നു. അവന് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. നെക്സ്റ്റ് പേജ്. That night, Jadav turned into a fox. In morning, Jadav is normal and at night, he is a fox. അതായത് ആ രാത്രി നമ്മുടെ ജാദവ് ഒരു കുറുക്കനായി. രാവിലെ ജാദവ് നോർമലാണ്, പക്ഷെ രാത്രി ജാദവ് കുറുക്കനാണ്. അടുത്ത പേജ് നോക്കാം. That lady was a vampire. She made Jadav like this. അതായത് നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ ഒരു കറുത്ത ഡ്രസ്സുള്ള ഒരു സ്ത്രീയെ കണ്ടില്ലേ? ആ സ്ത്രീയാണ് ഒരു വാമ്പൈനായിരുന്നു. ആ വാമ്പൈനാണ് ഈ ജാദവിനെ ഇങ്ങനെ ആക്കിയത്. അതായത് എങ്ങനെ ആക്കിയത്? ഈ രാത്രി കുറുക്കനാവുന്നതാണ്. നെക്സ്റ്റ് പേജ്. Vampire, I will pour with this water to you and you will die. Also Jadav will be normal, said Ram. അതായത് രാമു വാമ്പൈൻ്റെ അടുത്ത് പറയാണ്, വാമ്പൈനെ ഞാൻ ആ ഒരു പച്ച ബോട്ടിലുള്ള ഇതുണ്ടല്ലോ ആ വെള്ളം, അത് അദൃശ്യമാവാന്ന് രാമു ജാദവിൻ്റെ അടുത്ത് പറഞ്ഞത് കള്ളമായിരുന്നു. അത് വേറൊരു ഇതായിരുന്നു ഉള്ളത്, ഉപയോഗം എന്നുള്ളത്. അപ്പം ജാദവ് വാമ്പൈൻ്റെ അടുത്ത് പറയണം, വാമ്പൈനെ ഞാൻ ആ വെള്ളം നിൻ്റെ ദേഹത്തോട്ട് ഒഴിക്കും, അപ്പോൾ നീ മരിക്കും. അതിൻ്റെ കൂടെ ജാദവ് നേരെ ആവുകയും ചെയ്യും. നെക്സ്റ്റ് പേജ് എടുക്കാം. Ramu poured water to vampire. Everything became okay. Okay. അപ്പോൾ രാമു ആ വെള്ളം വാമ്പൈൻ്റെ നേരെ ഒഴിച്ച്, അപ്പോൾ എല്ലാം ശരിയായി. നെക്സ്റ്റ് പേജ് എടുക്കാം. ഇതുവരെ കഥ അവസാനിച്ചിട്ടില്ലേ? Ramu wrote this everything in a book. Soon he became famous in all the cities. അപ്പോൾ രാമു ഈ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി. അപ്പോഴത്തേക്ക് അവൻ്റെ അടുത്തുള്ള എല്ലാ സിറ്റികളിലും അവൻ എന്തായി? ഫേമസ്. But there was a problem. The people in his city don't like him because he was not studying properly. But he knows everything. But people in the city don't know about him. This is the problem. അപ്പം അടുത്തതാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ രാമുവിൻ്റെ സിറ്റിയിലുള്ള ആൾക്കാർക്ക് രാമുവിന് ഇഷ്ടമില്ലായിരുന്നു. കാര്യം അവൻ പഠിക്കുകയൊന്നുമില്ല. പക്ഷേ രാമുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അത് അവൻ്റെ സിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. നമുക്ക് ആ പ്രശ്നം എങ്ങനെ സോൾവ് ആകുമെന്ന് നോക്കാം. അടുത്ത പേജ് എടുക്കാം.
Now it was the time for the exam. This time Ramu studied very hardly and went to the exam. The exam was over, but still Ramu was in a fear. അതായത് ഇപ്പം പരീക്ഷയുടെ സമയമൊക്കെ ആയി. ഇപ്പോൾ രാമു നല്ലതുപോലെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എഴുതി കഴിഞ്ഞു. എന്നിട്ടും രാമു പേടിച്ചായിരുന്നില്ല മാർക്ക് എന്തോന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. Ramu went to his house, prayed that he get full marks in his exam, but there was another problem left. If he didn't get full marks, then every people on his city will make him down. അപ്പം രാമു വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് മാർക്ക് കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഫുൾ മാർക്ക് കിട്ടണേന്ന്. പക്ഷേ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അവന് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ സിറ്റിയിലുള്ള എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. അടുത്ത പേജ് എടുക്കാം. അപ്പോൾ അവന് ഫുൾ മാർക്ക് കിട്ടിയോന്ന് അറിയാലോ. Ramu was not participating in another things because he had to study so much. If it is a holiday also, very sad because he don't have time for doing his magic practices and studies magic. Okay. അപ്പോൾ ഈ രാമുവിന് ഈ മാജിക് ചെയ്യാനും മാജിക് പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഈ ഒരു പേടിയും ടെൻഷനൊക്കെ കാരണം അവന് ഈ മാജിക് ഒന്നും പഠിക്കാൻ ഒരു മൂഡില്ലായിരുന്നു, ഒരു ഇത് കിട്ടിയില്ല. അവന് ഫുൾ മാർക്ക് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അടുത്ത പേജ് എടുക്കാം. ടുഡേ വാസ് ദ റിസൾട്ട് ഡേ ഓഫ് രാമു. അപ്പം ഇന്ന് രാമുവിൻ്റെ റിസൾട്ട് ഡേ ആണ്. He was so much scared and excited. അവൻ നല്ല പേടിച്ച് ഇരിക്കുകയായിരുന്നു. He got his marks. His marks were 100 out of 100 and his city was proud of him and never bullied him ever. അപ്പോൾ രാമുവിൻ്റെ മാർക്ക് കിട്ടിയേ. രാമുവിൻ്റെ മാർക്ക് 100ൽ 100 ആയിരുന്നു. അതായത് ഫുൾ മാർക്ക് കിട്ടി. അപ്പോഴത്തേക്ക് അവൻ്റെ സിറ്റിയിലുള്ള ആൾക്കാർ ഇനി ഒരിക്കലും അവനെ കളിയാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് കഥ തീർന്നതെന്ന് നോക്കാമേ. കഥ തീർന്നില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഞാൻ 3 സെക്കൻഡ്സ് തരാം. 3, 2, 1. അപ്പോൾ നിങ്ങൾ കഥ തീർന്നിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ തെറ്റാം. അതായത് കഥ തീർന്നിട്ടുണ്ട്. ഓക്കെ, കഥ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ മനസ്സിലായോ? ഇവിടെ മുതലായി തുടങ്ങുന്നത്. ഇതാണ് ടൈറ്റിൽ നെയിം. ഇത് ഏതക്ഷരമാണ്? തിരിച്ചു നോക്കുമ്പോൾ RAMU, രാമു. ഇത് മാത്രമേ ഞാൻ ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ 2 വാക്കുകളും കൂടെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ബുക്കിൻ്റെ ഒരു ഫ്രീ സാമ്പിൾ നിങ്ങൾക്ക് ഈ ബ്രീ ബുക്സിൽ എടുക്കാൻ സാധിക്കും. നിങ്ങൾ നേരെ ബ്രീ ബുക്സിൽ പോവുക. ഇവിടെ മുകളിൽ ഇങ്ങനെ 3 ഹൊറിസോണ്ടൽ ലൈൻസ് കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് തിരഞ്ഞു വരും. അതിൽ നിങ്ങൾ ബുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അടുത്ത ബുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ സെർച്ച് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു ടൈറ്റിൽ സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ ബുക്കിൻ്റെ ഇത് കാണാൻ പറ്റും. എൻ്റെ ഇത് നോക്കിക്കോ, എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജ് നോക്കിക്കോണേ. ഇത് സെയിം ഫ്രണ്ട് പേജ് വരുന്ന ബുക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ബുക്കിൽ അതിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ സാമ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബുക്ക് പ്രീവ്യൂ. ഈ 2 ഏതെങ്കിലും ഒരെണ്ണം കാണും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്രീ ബുക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാലേ കാണാൻ ഫ്രീ സാമ്പിൾ കിട്ടത്തുള്ളൂ. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ബുക്ക് വായിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കും. ഇത് 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 പിന്നെ ഇവിടെ വരെ നിങ്ങൾക്ക് ഫ്രീ സാമ്പിളായിട്ട് വായിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കേണ്ടി വരും. അത്രയും വരെയാണ് ഫ്രീ സാമ്പിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിലും ഇത് കുറച്ച് എക്സ്പെൻസീവുമാണ്, കുറച്ച് ചീപ്പുമാണ്. ഓക്കെ, അപ്പം
ഇത്രയുമാണ് എൻ്റെ ബുക്കിനെ പറ്റി ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ബുക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രീ ബുക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറാം. നിങ്ങൾക്ക് ബുക്ക് എഴുതാം, പബ്ലിഷ് ചെയ്യാം, ഫേമസ് ആവാം. പിന്നെ എനിക്ക് ഇതിന് കിട്ടിയ 2 സർട്ടിഫിക്കറ്റ്സും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റ്സ്. ഫസ്റ്റ് ഇതാണ് സർട്ടിഫിക്കറ്റ്. ബ്രീ ബുക്സിൻ്റെ ഒഫീഷ്യൽ ലോഗോ ഉണ്ട്, ബ്രീ ബുക്സിൻ്റെ ഒഫീഷ്യൽ സിഗ്നേച്ചറും ഉണ്ട്. ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. പബ്ലിഷ്ഡ് ഓതർ സർട്ടിഫിക്കറ്റാണ് ഇത് കിട്ടുന്നത്. നമ്മുടെ ബുക്ക് ഒരാളെ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. വായിക്കാം. പബ്ലിഷ്ഡ് ഓതർ സർട്ടിഫിക്കറ്റാണ്. This is to certify that Keshav PR has published a book. അതിനുശേഷം എൻ്റെ ടൈറ്റിലാണ് രാമു, എന്നിട്ട് വേറെന്തോ, and has won the published author certificate. അപ്പോൾ എനിക്ക് പബ്ലിഷ്ഡ് ഓതർ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഒന്നും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും ലോഗോയുണ്ട്, സൈനുമുണ്ട്. ഇത് എമർജിങ് യങ് ഓതർ സർട്ടിഫിക്കറ്റാണ്. This is to certify that Keshav PR has published a book, Ramu, and has won the emerging young author certificate. Sign. Okay. ഇത് കിട്ടുന്നത് നമ്മുടെ ബുക്ക് 5 പേര് വാങ്ങിക്കുമ്പോഴാണ്. എൻ്റെ ബുക്ക് മൊത്തം ഈ ഒരു ബുക്ക് മൊത്തം 7 പേര് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത 10 പേരാകുമ്പോഴത്തേക്ക് അടുത്ത് കിട്ടാൻ പോകുന്നത് സിൽവർ ഓതർ സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ സിൽവർ മെഡലും കിട്ടും. പിന്നെ ഗോൾഡൻ, പ്ലാറ്റിനം, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബ്രീ ബുക്സിൽ കയറുക, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അബാക്കസ് ക്ലാസ്സസ് തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നാൽ ഞാൻ എൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ അബാക്കസ് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.